നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്ത്യ ഇസ്രായേൽ ബന്ധം. ശ്രീമാൻ നരേന്ദ്രമോദി ടെൽ അവീവിൽ എത്തിയിരിക്കുന്നു, ഇസ്രായേലിൽ എത്തിയിരിക്കുന്നു. അവിടുത്തെ പാർലമെന്റ് അഭിസംബോധന ചെയ്തു, ആദരിച്ചിരിക്കുന്നു. ബെൻ ഗൂറിയൻ എയർപോർട്ടിൽ നെതന്യാഹു ശ്രീമാൻ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ പോയത് എന്തുകൊണ്ട്? അതിന് ഉത്തരം ഒറ്റ ഫോൺ കോളിലാണ്. ഒക്ടോബർ 7 ഹമാസിന്റെ ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായി ടെല്ലവിയിലേക്ക് പോയ ഫോൺ കോൾ വൈറ്റ് ഹൗസിൽ നിന്നോ അല്ലെങ്കിൽ ലണ്ടനിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ആയിരുന്നില്ല. ആദ്യ ഫോൺ കോൾ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ആയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തേടിയെത്തിയ കോൾ, ഒറ്റ സംഭാഷണം: ഇന്ത്യ നിങ്ങളുടെ കൂടെയുണ്ട്, ഈ ആക്രമണത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ നെതന്യാഹു വന്നിരിക്കുന്നത് ബെൻ ഗൂറിയൻ എയർപോർട്ടിലേക്ക്. ഇന്ന് ലോകത്ത് ജൂതന് സൗകര്യമായി സേഫായിട്ട് സഞ്ചരിക്കാൻ പറ്റിയ ഏതെങ്കിലും ദേശമുണ്ടോ ഈ ലോകത്ത്? ഉണ്ടെങ്കിൽ ശ്രീമാൻ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഒരു ജൂതന് ഇന്ത്യൻ തെരുവുകളിൽ പാറി നടക്കാം, തുള്ളിക്കളിക്കാം, ഒരാളും ഒന്നും ചെയ്യില്ല. കാരണം ഭരിക്കുന്നത് 56 ഇഞ്ചുള്ള ശ്രീമാൻ നരേന്ദ്രമോദി. ഇതെല്ലാവരും കേൾക്കണം. സത്യമല്ലേ ഞാൻ പറയുന്നത്? ശ്രീമാൻ നരേന്ദ്രമോദി പോയിരിക്കുന്ന സമയം വളരെ ക്രിട്ടിക്കലാണ്. ആർക്ക്? ഇസ്രായേലിന്. ഈ യുദ്ധഭീതികൾ എന്താണ് മെസ്സേജ് കൊടുക്കുന്നത്? കൂടെയുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലെ ചിരിക്കോ കെട്ടിപ്പിടിക്കാനല്ല പോയിരിക്കുന്നത്, ദിശ നിശ്ചയിക്കുകയാണ് ഇന്ത്യയും ഇസ്രായേലും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും ഏക ജൂത രാജ്യമാണ് ഇസ്രായേലും നിശ്ചയിക്കുന്നു. ഇസ്രായേൽ കിഴക്കോട്ട് വരികയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാനെയും പറയുന്ന നമ്മുടെ ചൈനയെ നേരിടുന്ന ഇന്ത്യ ഇന്ന് കുതിക്കാൻ പോവുകയാണ്. ഈ കുതിപ്പിന് ഒരു തുടക്കമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്ത്യക്ക് ഒരുപാട് കഴിവുണ്ട്. ഇന്ത്യയുടെ കഴിവും പയറ്റിത്തെറിഞ്ഞ സാങ്കേതിക വിദ്യയും ഒരുമിക്കാൻ പോവുകയാണ് നിമിഷം മുതൽ. വീണ്ടും വീണ്ടും പറയുന്നു, കോടിക്കണക്കിന് രൂപയുടെ ആയുധ കച്ചവടം മാത്രമല്ല, സാങ്കേതിക മികവ്, സാങ്കേതികത രണ്ടുപേരും എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഇസ്രായേൽ കമ്പനികളായിട്ടുള്ള എൽബിറ്റും അതോടൊപ്പം തന്നെ എല്ലാ കമ്പനികളും ഇനി ഇന്ത്യയിൽ കോപ്പറേഷൻ വരാൻ പോവുകയാണ്. ഇന്ത്യ ഇസ്രായേൽ നമുക്ക് എല്ലാവർക്കും ജോയിന്റ് ആയിട്ട് വർഷങ്ങളായിട്ട് അവർക്ക് ഡ്രോൺ ആക്രമണങ്ങൾ, ഭീകര ശൃംഖല ആക്രമണങ്ങൾ പരസ്പരം നേരിടുന്ന രണ്ട് രാജ്യങ്ങളാണ്. ആ രണ്ട് രാജ്യങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ചെയ്യാൻ പോകുന്ന എന്താണ്? ഇത് ക്യാമറയ്ക്ക് മുന്നിൽ ചിരിക്കും വേണ്ടി മാത്രമല്ല, ഇത് ശക്തിയുടെ കൂടിക്കാഴ്ചയാണ്. സ്ഥിരമായ ഭീഷണി നിറഞ്ഞ രണ്ട് രാജ്യങ്ങൾ, അതായത് ലോകത്തിൽ 9 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീമാൻ നരേന്ദ്രമോദി വീണ്ടും അവിടെ പോകുന്നത്. ഇനിയും ഇസ്രായേലും കൂടി നടക്കാൻ പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ ബറാക്ക് മിസൈൽ മുതലുള്ള സഹകരണമാണ് നമുക്കുള്ളത്, അല്ലെ? ഇനി ചർച്ചകൾ മുന്നോട്ട് വെക്കുന്ന ബലിസ്റ്റിക് മിസൈൽ പ്രതിരോധം, ലേസർ പ്രതിരോധം, ഭാവിയിലെ എയർഷീൽഡ് സംവിധാനങ്ങൾ. ഇതൊരു പ്രതീകാത്മക സൗഹൃദമല്ല സുഹൃത്തുക്കളെ. രണ്ട് രാജ്യങ്ങളും ഓരോ നിമിഷവും നേരിടുന്ന, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഒരു കാര്യം തീരുമാനിച്ചു, ഉയർത്തെഴുന്നേറ്റേ പറ്റൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇന്ത്യയിൽ ശ്രീമാൻ നരേന്ദ്രമോദി അല്ല ഭരിച്ചിരുന്നെങ്കിൽ ഒരു ജൂതന് ഇന്നോട് കടക്കാൻ പറ്റില്ലായിരുന്നു. 2008 മുംബൈ ആക്രമണ ദിവസം, ഞാൻ മുംബൈയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മുംബൈ നിശ്ചലമായ ദിവസമായിരുന്നു 2008 നവംബർ 26. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആദ്യം ആ ദിവസം ഞാൻ TV കാണുമ്പോൾ അവിടുത്തെ 1-2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വെടിവെപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് TV വന്ന ഹെഡ്ലൈൻ 2 ദിവസം ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനത്തെ ക്യാപിറ്റലൈസ്ഡ് ആയി. അന്ന് ഇന്ത്യയുടെ ഗൃഹമന്ത്രി അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ ആയിരുന്ന എന്തൊരു പട്ടീൽ, അദ്ദേഹം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു ഗൃഹമന്ത്രി. നിശ്ചലമായി പോയി ഇന്ത്യ, പാളിപ്പോയി ഇന്ത്യയെ 2008. ആ ഇന്ത്യയെ ഇന്ന് എന്താ ഇന്ത്യ ആവാൻ പോകുന്നത്? ഇന്ത്യ മസ്ബൂത്ത് കർണേക്ക. അത് എന്തുമായിക്കോട്ടെ, 56 ഇഞ്ചിന് കുറവുകൾ ഉണ്ടായിരിക്കാം, ഇത് രാഷ്ട്രീയമാണ്, ചില നീക്കുപോക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പക്ഷേ ഓരോ ഭാരതീയനും സൂര്യമായി കിടന്നുറങ്ങാനുള്ള അവസ്ഥ ഒരിക്കലും ഒരു ഫുൽവാമയും ഒരു മുംബൈയും അല്ലെങ്കിൽ പെഹൽഗാമും ആവർത്തിക്കാൻ അദ്ദേഹം ഇനിയും അനുവദിക്കില്ല. തെറ്റുകൾ, കോട്ടങ്ങൾ, അദ്ദേഹം ഒരു മനുഷ്യനാണ്, സംഭവിക്കാം, പല കാര്യങ്ങളും നീക്കുപോക്കൾ ഉണ്ടായിരിക്കും. എന്നാൽ പോലും ഞാൻ വീണ്ടും പറയുന്നു, നെതന്യാഹുവിനെ അന്ന് ഒക്ടോബർ 7 ശ്രീമാൻ മോഡി വിളിക്കണമെങ്കിൽ ആ 56 ഇഞ്ചിന് ഒരു വലിപ്പമുണ്ട്, തൻ്റെ ഇടമുള്ള നേതാവ്. 2 പുലികൾ, 2 സിംഹങ്ങൾ ഒന്നിച്ചിരിക്കുക, രണ്ടുപേരും ഭീകരതയുടെ നിലപാട്. അതായത് ഇത് ഭൗതികവും
മാനസികമായ സന്ദേശം ലോകത്തിന് കൊടുക്കുകയാണ്. ഇസ്രായേലിനെ ആർക്കും ഒറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ക്ലിയർ മെസ്സേജ്. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ വളർന്നു വരുന്ന ദേശമായിട്ടുള്ള പ്രധാനമന്ത്രി ക്രിട്ടിക്കൽ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് വളരെ സിമ്പിൾ മെസ്സേജ് അല്ല മക്കളെ. ഈ മെസ്സേജ് ആണ്, ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ സാധിക്കില്ല. 1 ബില്യൺ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ദേശത്തിന്റെ രാജാവ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ നമ്മുടെ പ്രധാനമന്ത്രിയോടെ പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ക്ലിയർ മെസ്സേജ്. ആർക്കാണ് കൊടുക്കുന്നത്? പാകിസ്ഥാൻ, ടർക്കി, സൗദി, ആരുമായിക്കോട്ടെ. ഇറ്റ്സ് വെരി ക്ലിയർ മെസ്സേജ്. ഇന്ത്യ അടങ്ങിയിരിക്കില്ല എന്നുള്ള ഒറ്റൊരു വാക്കാണ് ക്രിട്ടിക്കൽ സമയത്ത്, അതായത് യുദ്ധം എപ്പോൾ വേണമെങ്കിലും വരാം. മോഡിക്ക് ഒരു പക്ഷെ പറയാം ഞാൻ അടുത്ത ആഴ്ച പോകാം, അല്ലെങ്കിൽ യുദ്ധഭീതി ഒഴിയട്ടെ. ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വെരി ക്ലിയർ മെസ്സേജ് ആണ്. അതായത് ഞങ്ങൾ ഇനി പ്രതിരോധമല്ല, ആക്രമണമാണ്. ഇനിയൊരു പഹൽഗാം സാധിക്കില്ല. ഇന്ത്യ ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നുള്ള ക്ലിയർ കട്ട് മെസ്സേജ് ആണ് ഈ ഒരു സന്ദർശനം കൊണ്ട് ഇന്ത്യ കൊടുക്കുന്നത്.